നമസ്കാരം. നമസ്കാരം. നമസ്തേ സാർ. നമസ്തേ. 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 നമുക്ക് ആരംഭിക്കാം. ഭുനക്തു പകവീര്യം കരവാവഹൈ തേജസ്വിനാവധീതംസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ആദരണീയരായ എല്ലാ പ്രതിഭകൾക്കും വിനീതമായ ക്ലാസ്. നമ്മൾ 10-ാം അധ്യായത്തില് 18-ാമത്തെ ശ്ലോകം സാർ. 18. 10-ൽ 18 എടുക്കണ്ടേ അല്ലേ? അതെ അതെ സാർ. ശരി. ദേഹിനം സുഖം കിഞ്ചിത് വിദ്യതേ വിദുഷാമപി തഥാ ച ദുഃഖം മൂഢാനാം വൃഥാഹങ്കരണം പരം. മീമാംസകന്മാരുടെ വാദം അവതരിപ്പിച്ച് അത് ഖണ്ഡിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രകടനത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആത്മാവും ശരീരവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയിലാണ്. രണ്ടാണോ ഒന്നാണോ എന്നുള്ളതും സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നത് ജീവാത്മാവ് തന്നെയാണ്. അന്തിമ നിമിഷം വരെ നിലനിൽക്കുന്നത് കൊണ്ട് അതല്ലേ ഉള്ളൂ. അതിന് ഉള്ള കർമാദികളായ എവിടാ നമ്മൾ പറയുന്നതെന്നൊന്ന് പറയാം. ഏകാദശ സ്കന്ധം 10-ാം അധ്യായം 18-ാമത്തെ ശ്ലോകം. കഴിഞ്ഞ ശ്ലോകത്തിലെ അത്രാപി കർമാൻ കർത്തുഃ അസ്വാതന്ത്ര്യം ച ലക്ഷ്യതേ ഭോക്തൃ ദുഃഖസുഖയോ കോ അനുബദ്ധോ വേഷം ഭജേത് എന്നാണ് പറഞ്ഞിരുന്നത്. ഇതിലെ ഈ കർമ്മങ്ങളുടെ കർത്താവായും അസ്വാതന്ത്ര്യം കാണുന്നു. കാരണം ഭോക്താവിന് ദുഃഖസുഖങ്ങൾ ഉണ്ടല്ലോ. കൊന്നൊർച്ചോ വിഷം. എന്തൊരു സുഖമാണ് ഇതുകൊണ്ട് പ്രാപിക്കാൻ പോകുന്നത്. കർമ്മങ്ങൾക്ക് കർത്താവായും അതുപോലെ ദുഃഖസുഖങ്ങളുടെ ഭോക്താവായും ജീവന് അസ്വാതന്ത്ര്യം ഇല്ലല്ലോ. അത് സുഖദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് സ്വതന്ത്രമായിട്ടല്ല ഇരിക്കുന്നത്. അതുകൊണ്ട് എന്തിനെയാണ് പ്രാപിക്കേണ്ടത് എന്ന് ചോദിച്ചു നിർത്തിയപ്പോൾ
ദേഹിനം സുഖം കിഞ്ചിത് വിദ്യതി വിദുഷാമപി. ദേഹികൾക്ക്, ജീവാത്മാക്കൾക്ക് സുഖം കിഞ്ചിത്, അല്പസുഖം, വിദ്യതേ ലഭിക്കുന്നു, വിദുഷാമപി അറിവുള്ളവർക്ക് പോലും. വിദുഷാം അപി അറിവുള്ളവരാണെങ്കിലും ജീവാത്മാക്കൾക്ക്, മനുഷ്യർക്ക് കിഞ്ചിത് അപി അല്പമെങ്കിലും സുഖം ന വിദ്യതേ ഉണ്ടാവുന്നില്ല. മൂഢന്മാർക്ക്, അറിവില്ലാത്തവർക്ക് സുഖവും ദുഃഖവും അതുപോലെ തന്നെയാണല്ലോ. അപ്പൊ പിന്നെ അഹങ്കരണം പരം വൃഥ. അഹങ്കരണം, ഞാനെന്ന് അഹങ്കരിക്കുന്നത് വെറുതെ ആവില്ലേ? മുമ്പത്തെ ചോദ്യത്തിന്റെ ബാക്കിയായിട്ട് വന്ന് നിൽക്കുകയാണ്. സുഖമില്ലെന്ന് ആണല്ലോ മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞു വെച്ചത്. നന്നായി കർമ്മം ചെയ്യാൻ അറിവുള്ളവർക്ക് സുഖമുണ്ട്. സുഖദുഃഖങ്ങൾ വരുന്നത് കർമ്മത്തിന്റെ പോരായ്മ കൊണ്ടാണ്. നന്നായി കർമ്മം ചെയ്താൽ സുഖമാണ് കിട്ടുക. വേണ്ടതുപോലെ ചെയ്തു കഴിഞ്ഞാൽ കർമ്മത്തിൽ സുഖമാണ് കിട്ടേണ്ടത് എന്നാണ് പറയുന്നതെങ്കിൽ, നന്നായി കർമ്മം ചെയ്താലും അറിഞ്ഞുകൊണ്ട് കർമ്മം ചെയ്താലും ദുഃഖം ഉണ്ടാവുക തന്നെ വരുമല്ലോ. അറിവുള്ളവരെ അല്പം പോലും സുഖമുള്ളതായി കാണപ്പെടുന്നില്ലല്ലോ. അറിവുള്ള എത്രയോ ആൾക്കാർ ദുഃഖിക്കുന്നുണ്ട്. നന്നായിട്ട് അറിഞ്ഞുകൊണ്ട് വേണ്ട പോലെ കർമ്മം ചെയ്താണ്, പക്ഷെ എന്നിട്ട് എന്തുണ്ടാകുന്നു? ദുഃഖം ഉണ്ടാകുന്നുണ്ട്. ധനം വരുമ്പോൾ സുഖമുണ്ടാകും, അത് പോകുമ്പോൾ ദുഃഖമുണ്ടാകും. ഈ നല്ല പണ്ഡിതനാണെങ്കിലും അധ്വാനിച്ചാൽ ശരീരത്തിന് ക്ലേശം ഉണ്ടാകും, അത് ദുഃഖമല്ലേ? കുറച്ച് നടന്നു, കുറെ സ്റ്റെപ്പ് കയറി, കുറെ കിളച്ചു, അല്ലെ വിറക് കയറി, ഏതെങ്കിലും നേരത്ത് പ്രയത്നിച്ചാൽ അവർക്ക് വരില്ലേ? പണ്ഡിതനാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അജ്ഞാനം കൊണ്ടാണ് ഈ സുഖദുഃഖങ്ങൾ എന്ന് പറഞ്ഞാൽ ജ്ഞാനികൾക്കും സുഖദുഃഖം ഉണ്ടാകുന്നില്ലേ? അപ്പൊ അജ്ഞാനമല്ല സുഖദുഃഖത്തിന് കാരണം. കാരണം നല്ല ജ്ഞാനികളായ എത്രയോ മഹാത്മാക്കൾക്ക് ദുഃഖം ഉണ്ടാകുന്നുണ്ട്. അതേപോലെ മൂഢന്മാർക്കും സുഖവും ദുഃഖവും ഇടകലർന്നു വരുന്നുണ്ടല്ലോ. അതില്ലാത്തവരാരാണുള്ളത്? അതുകൊണ്ട് ഞാൻ അറിവുള്ളവനാണ് എന്ന് അഹങ്കരിക്കുന്നതുകൊണ്ട് എന്താ ഫലം? വൃഥാഫലം. സുഖമില്ലെങ്കിൽ കേവലമായൊരു നാട്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദേഹിനാം സുഖം കിഞ്ചിദപി വിദുഷാമപി ന വിദ്യതേ തഥാച ദുഃഖം മൂഢാനാം. രണ്ടുപേർക്കുണ്ടാവുന്നില്ല. അപ്പോൾ വാസ്തവത്തിൽ ഈ ഞാനെന്ന് അറിവുള്ളവർ അഹങ്കരിക്കുന്നത് കൊണ്ട് കിം ഫലം? വൃഥ അഹങ്കരണം പരം. രണ്ടു കൂട്ടർക്കും ഉണ്ടാകും. പണ്ഡിതന്മാർക്കുണ്ട്, അജ്ഞാനികൾ. ധനവാന്മാർക്കുണ്ട്, ദരിദ്രന്മാർക്കുണ്ട്. ആർക്കായാലും എന്തുണ്ടാകുന്നത്? സുഖദുഃഖങ്ങൾ മാറി മാറി വന്നുകൊണ്ടേയിരിക്കുന്നു. ദേഹിനം സുഖം കിഞ്ചിത് വിദ്യതേ വിദുഷാമപീം തഥാച ദുഃഖം മൂഢാനാം വൃഥാഹങ്കരണം പരം. ദേഹിനം സുഖം കിഞ്ചിത് വിദ്യതേ വിദുഷാമപീം തഥാച ദുഃഖം മൂഢാനാം വൃഥാഹങ്കരണം പരം. യദി പ്രാപ്തിം വിഘാതം ച ജാനന്തി സുഖദുഃഖയോ തെപ്യഥാ ന വിദുര്യോഗം മൃത്യുന്ന പ്രഭവേദ്യഥാം. യദി പ്രാപ്തിം വിഘാതിം ച ജാനന്തി. പ്രാപ്തി എന്ന് വെച്ചാൽ പ്രാപിക്കുക, ഉണ്ടാക്കുക, സമ്പാദിക്കുക. ഉണ്ടാക്കാനുള്ള മാർഗത്തെയും വിഘാതം നശിപ്പിക്കാനുള്ള മാർഗത്തെയും, പ്രാപ്തിം വിഘാതം ച രണ്ടിനെയും ജാനന്തി അറിയുന്നു സുഖദുഃഖയോ. സുഖദുഃഖത്തിന്റെ
സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും ഉണ്ടാവാനും നശിക്കാനുമുള്ള കാരണത്തെയും അറിയുന്നുണ്ടെങ്കിലും സുഖദുഃഖയോഹോ പ്രാപ്തിം വിഘാതം ച യദി ജാനന്തി, ഇത് രണ്ടും അറിയുന്നുണ്ടെങ്കിലും തേ അപി, അവരും അർത്ഥ ന വിദുഹു യോഗം, അവരും യോഗത്തെക്കുറിച്ച് അറിയുന്നില്ല. ആ യഥാർത്ഥമായ ഉപായമാണ് യോഗം. ആ യോഗത്തെക്കുറിച്ച് അവർ എന്താണത്? മൃത്യുഹു ന പ്രഭവേദ്യഥാ, ഈ മൃത്യു പ്രഭുവായി വരികയില്ലയോ എന്ന് അറിയുന്നില്ല. വാസ്തവം സുഖമുണ്ടാക്കാനും അതില്ലാതാക്കാനും ദുഃഖമുണ്ടാക്കാനും ദുഃഖമില്ലാതാക്കാനും ഒക്കെ അറിവുള്ളവർ ആണ് ഞങ്ങൾ അതൊക്കെ കണ്ടെത്തിക്കൊള്ളാം. എനിക്ക് സുഖമായി ജീവിക്കാൻ എന്തൊക്കെ വേണമെന്ന് എനിക്കറിയാം. അതിനൊക്കെ അറിവ് എനിക്കുണ്ട്, വിഭവങ്ങൾ എനിക്കുണ്ട്. ഇതിൻ്റെ ഈ സുഖത്തെ ഇല്ലായ്മ ചെയ്യാനും ദുഃഖമുണ്ടാക്കിയെടുക്കാനും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ഒരു ഭാവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിന് സമ്മതിക്കാം. പക്ഷേ എന്നാലും മരണം വരാതിരിക്കത്തക്കതായ ഒരു കൗശലം അവർക്കറിയത്തില്ല. അക്കാര്യം സമ്മതിച്ചല്ലേ പറ്റുള്ളൂ. മരണമുണ്ടെന്നുള്ള ദുഃഖവും ഭയവും അവർക്ക് എപ്പോഴും കൂടെയുണ്ട്. ഭൗതികമായി നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാവിധ സുഖവും ദുഃഖവും അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. ദുഃഖത്തെ ഉണ്ടാക്കാനുള്ള, ദുഃഖത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള മാർഗം, സുഖത്തെ വർദ്ധിപ്പിക്കാനുള്ള മാർഗം ഞങ്ങൾക്കറിയാം. ഞങ്ങൾ അത് സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. സുഖദുഃഖയോഹോ പ്രാപ്തിം വിഘാതം ച, അറിവുള്ളവ ജാനന്തി, അറിയുന്നുണ്ടെങ്കിൽ പോലും അവർ വാസ്തവത്തിൽ മൃത്യുയോഗത്തെക്കുറിച്ച് അറിയുന്നില്ല. മൃത്യു വരുന്നുള്ള ഉറപ്പാണ്. അത് ഉറപ്പാണെങ്കിൽ അതൊരു നാശമാണ്, അതൊരു ദുഃഖമാണ്. അല്ലെന്ന് അർത്ഥം പറയാൻ പറ്റില്ല. അതൊരു ദുഃഖമാണ്. അതുകൊണ്ട് അത് മരണമുണ്ടാകും എന്നുള്ള ഒരു ദുഃഖവും അവർക്ക് വാസ്തവത്തിലുണ്ട്. എന്ത് ചെയ്യുമ്പോഴും നാളെ അല്ലെങ്കിൽ ഇന്ന് എപ്പോഴെങ്കിലും ഞങ്ങൾ മരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നൊരു ആത്യന്തികമായ ദുഃഖം വരെ അലട്ടിക്കൊണ്ടേയിരിക്കും. യദി പ്രാപ്തിം വിഘാതം ജാനന്തി സുഖദുഃഖയോ തേപ്യർത്ഥാദ വിദുര്യോഗം മൃത്യുന്ന പ്രഭവേദ്യഥാം. യദി പ്രാപ്തിം വിഘാതം ജാനന്തി സുഖദുഃഖയോ തേപ്യർത്ഥാന വിദുര്യോഗം മൃത്യുന്ന പ്രഭവേദ്യഥാം. പൊന്വർത്ഥ സുഖയത്യേനം കാമോ വാ മൃത്യുന്തികേ ആഘാതം നീയമാനസ്യാവത്യസ്യേവമനുഷ്ഠിതാം. കോ നു അർത്ഥ, എന്ത് കാര്യം? സുഖൈതി ഏനം കാമോ വാ മൃത്യുഹു അന്തികേ. അന്തികേ മൃത്യുഹു, മരണം അന്തികത്തിൽ വന്നിരിക്കുന്ന ഒരാൾക്ക് കഹ അർത്ഥ, എന്തൊരു പദാർത്ഥമാണ് കാമഹാവ ആഗ്രഹം തരുന്നത്, ഇവനെ സുഖേതി സുഖിപ്പിക്കുന്നത്. മരണം അടുത്തു വന്ന് നിൽക്കുന്നത് കൊണ്ട് എന്തെന്ത് സുഖസൗകര്യങ്ങളും പദാർത്ഥങ്ങളും കിട്ടിയാൽ, ഏതേത് കാമങ്ങൾ സംഗ്രഹിച്ചാലും അതൊക്കെ ഇവനെ സുഖിപ്പിക്കുന്നു എന്നാണെങ്കിൽ ആഘാതം നീയമാനസ്യ, വധിക്കാനുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ഒരാൾ, വധ്യസ്യേവ, വധിക്കപ്പെടാൻ യോഗ്യനായ ഒരാളെ, വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്ന ഒരാളെ വധിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ അയാൾക്ക് തുഷ്ടിത, അയാൾക്കൊന്നും സന്തോഷപ്രദമല്ല. ഉദാഹരണം പറഞ്ഞതാണ്. മൃത്യു എടുക്കലിൽ നിന്നോട്ടെ, അതുവരെ എനിക്ക് ഈ സുഖമൊക്കെ അനുഭവിക്കാമല്ലോ,
അതുവരെ എനിക്ക് ഈ കാമങ്ങളൊക്കെ നേടാമല്ലോ എന്നാണ് ഒരുവൻ വിചാരിക്കുന്നതെങ്കിൽ കോന്നു അർത്ഥസുഖയെത്തിയനും കാമോവാ മൃത്യു നന്ദികെ. മൃത്യുവിനെ അടുക്കൽ നിർത്തിക്കൊണ്ട് എന്ത് സുഖമാണ്, എന്ത് കാമമാണ് അന്വേഷിക്കാണ് ഇവർ അനുഭവിക്കുക. ഉദാഹരണം, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാളെ ആ വധശിക്ഷയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്ന വഴിക്ക് എന്ത് പദാർത്ഥം കൊടുത്താലും അവൾക്ക് സുഖാവില്ല. അതുപോലെ വധശിക്ഷ നിയമാനുഷ്ഠ അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പൊ അയാൾക്ക് ഇഷ്ടപ്പെട്ട ധാരാളം പദാർത്ഥങ്ങൾ കഴിക്കാൻ, കുടിക്കാൻ, അനുഭവിക്കാൻ, കാണാൻ ഒക്കെ കൊണ്ടുകൊടുത്താൽ ഇഷ്ടപ്പെടും. കാരണം എന്താണ്? നിമിഷങ്ങൾക്കകം താൻ മരിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഒരു പദാർത്ഥങ്ങളും അയാൾക്ക് സുഖമാവില്ല. അയാൾക്ക് ഭയം മാത്രമാണുള്ളത്, മരണഭയം മാത്രമാണുള്ളത്. ഒരു അതിഭയങ്കരമായ ഒരു പാമ്പ് പത്തി വിടർത്തി നമ്മളെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മൾക്ക് സുഖിക്കാനുള്ള പദാർത്ഥങ്ങൾ ധാരാളം തന്നാൽ സുഖമാണ് ഉണ്ടാവുക? ഭയമല്ലേ ഉണ്ടാവുക? അത് ദുഃഖമല്ലേ ഉണ്ടാവുക? ഭ്രാന്തരത്ത് വരുന്ന ആനയുടെ മുമ്പിൽ ഒരു പകല് മുഴുവൻ കഴിച്ചു കൂട്ടണം എന്ന് പറഞ്ഞാൽ ആ കിട്ടുന്ന പകൽ കൊണ്ട് അനുഭവിക്കുന്ന ഭക്ഷണവും പദാർത്ഥങ്ങളും ഒക്കെ സുഖമാണോ തരിക? അല്ലല്ലോ. അതുകൊണ്ട് ഈ മരണഭയം എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും മരണഭീതിയുണ്ട്. മരണകാലം നിശ്ചയമില്ലാത്തതിനാൽ എപ്പോഴും മരണഭയം മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ഒരു സുഖദുഃഖങ്ങളും സമ്പൂർണമായിട്ടും അനുഭവിക്കാൻ ഒരു മനുഷ്യനും ആവില്ല. അഥവാ ഞാൻ അനുഭവിക്കുന്നു എന്ന് പറയുന്ന ഒരു നാട്യം മാത്രം. ഒന്നർത്ഥ സുഖയത്തേനം കാമോ വാമർത്തിരന്തികേ ആഘാതം നിയമാനവ്യവധ്യവ്യേവ നദുഷ്ഠിത. ഒന്നർത്ഥ സുഖയത്തേനം കാമോ വാമർത്തിരന്തികേ ആഘാതം നിയമാനവ്യവധ്യവ്യേവ നദുഷ്ഠിത. സുഗന്ധ ഇത് ദൃഷ്ടവദ്ദുഷ്ടം സ്പർശാസൂയത്യവ്യേ അസൂയതി സ്പർശ അസൂയത്യയവ്യേ അയവ്യേ അത്യയവ്യേഹി അസൂയ അത്യയവ്യേഹി സ്പർശ അസൂയ അത്യയവ്യേഹി സ്പർശാസൂയത്യയവ്യേഹി സ്പർശ അസൂയ അത്യയം വ്യയം സ്പർശാസൂയത്യയം വ്യയൈഹി ബഹ്വന്തരായ കാമത്വാൻ ഋഷിവച്ചാപി നിഷ്ഫലം. ശ്രുതം ച ബെല്ലെടുത്താനോ ശ്രുതഞ്ച
ദൃഷ്ടവദ്ദുഷ്ടം സ്പർദ്ധാസൂയ അത്യവ്യൈ ബഹ്വന്തരായ കാമത്വാത് വിശ്വച്ചാപി നിഷ്ഫലം. ശ്രുതം ച കേട്ടതും, ദൃഷ്ടവത് കാണപ്പെട്ട ഈ ലോകത്തെ പോലെ, ശ്രുതം ച ദൃഷ്ടവത് കേട്ടതും കണ്ടതും. ഈ ലോകത്തില് എത്രയെത്ര കാര്യങ്ങൾ കേൾക്കുന്നു, കാണുന്നു. അത് സ്പർദ്ധ, അസൂയ, അത്യയ, വ്യയ്. സ്പർദ്ധ കൊണ്ട്, അസൂയ കൊണ്ട്, അത്യയം കൊണ്ട്, വ്യയം കൊണ്ട്, ഇത്യാദി കൊണ്ട് ദുഷ്ടമാണ്, ദുഷിച്ചതാണ്. സ്പർദ്ധ, അസൂയ, അത്യയ, വ്യൈഹി, ദുഷ്ടം. ഇവിടെ ദുഃഖരഹിതമായ യാതൊന്നും കേൾക്കാനും കാണാനും ഉണ്ടാവില്ല. രണ്ടിലും എന്തുണ്ട്? ദുഃഖമുണ്ട്. കാണുന്ന എന്തിലും എന്തുണ്ടാകും? തൽക്കാലം സുഖം തോന്നുമെങ്കിലും ദുഃഖം തരുന്നതാണ്. കേൾക്കുന്നത് തൽക്കാലം സുഖം തോന്നുമെങ്കിലും ദുഃഖം തരുന്നതാണ്. അപ്പൊ ഇതൊക്കെയും ദുഃഖരഹിതമായ ഒരു സുഖമില്ലാത്തത് കൊണ്ട് സ്പർദ്ധ ഉണ്ട്. കേട്ടതും കണ്ടറിഞ്ഞതും ഒന്നുകിൽ സ്പർദ്ധ കൊണ്ട് ദുഃഖം തരും. ആരോ അൺമ്യൂട്ട് ചെയ്തിട്ടില്ലല്ലോ, ഇടയ്ക്കിടയ്ക്ക് ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കുന്നല്ലോ. സ്പർദ്ധ കൊണ്ടോ, അസൂയ കൊണ്ടോ, അത്യയം കൊണ്ടോ. അത്യയം കാലം വന്നു പോകുന്നത് കൊണ്ടോ, വ്യയം ക്ഷയിച്ചു പോകുന്നത് കൊണ്ടോ അത് നാശം സംഭവിക്കും എന്ന്. ഈ ഇത്യാദി ദോഷങ്ങൾ ഒക്കെ ബഹു അന്തരായ കാമത്വാ, ധാരാളം അന്തരായ കാമം ഉള്ളത് കൊണ്ട്, ആഗ്രഹത്തിന് വിഘ്നങ്ങൾ ഉള്ളത് കൊണ്ട്. അന്തരായം വിഘ്നമാണ്, തടസ്സങ്ങളാണ്. അന്തരായ കാമത്വാ, കാമത്തിന് അന്തരായം ഉണ്ടാകുന്നത് കൊണ്ട് കൃഷി എന്ന പോലെ നിഷ്ഫലം, പ്രയോജനം കുറഞ്ഞു തന്നെ. ലോകസുഖവും അതിനായുള്ള അധ്വാനവും കൃഷി പോലെയാണ്. എത്ര അധ്വാനിച്ചാലും സമ്പൂർണമായ ഫലം കിട്ടിക്കൊള്ളുന്നില്ല. കൃഷി എങ്ങനെയാണ്? നന്നായിട്ട് വളമിട്ടു, നന്നായിട്ട് അധ്വാനിച്ചു, ശരിക്ക് കാശ് മുടക്കുകയൊക്കെ ചെയ്താണ്. പക്ഷേ ഉദ്ദേശിച്ച ഒരു ഫലവും കിട്ടിയില്ല, നഷ്ടമായി എന്ന് പലപ്പോഴും കൃഷി കഴിയുമ്പോൾ ദുഃഖിക്കാറുണ്ട്, വിലപിക്കാറുണ്ട്. അപൂർവം മാത്രമേ ഉള്ളൂ ലാഭമുണ്ടായി, ധാരാളം ഉണ്ടായി എന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സ്വർഗാദി ലോകങ്ങൾ സമ്പാദിച്ചാൽ പോലും അത് സുഖാവഹം അല്ല. തൽക്കാലം സുഖം തോന്നുന്നു മാത്രമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ തിരിച്ചു വരേണ്ടി വരും. അതുകൊണ്ട് സുഖം ച ദുഷ്ടം ച സുഖം ച ദൃഷ്ടവത് ച. ശ്രുതവും കേട്ടതും കണ്ടതും സ്പർദ്ധ, അസൂയ, അത്യയ, വ്യൈഹി, ദുഷ്ടം. പലതിലും ഇതിൽ ഏതെങ്കിലും ദോഷം ഉണ്ടാകും. കാണുന്നതിൽ പലയിടത്തും എന്തുണ്ടാകും? സ്പർദ്ധയുണ്ടാകും. കേൾക്കുന്നതിൽ സ്പർദ്ധയുണ്ടാകും. കാണുന്നതിൽ അസൂയ ഉണ്ടാകും. കേൾക്കുന്നതിൽ അസൂയ ഉണ്ടാകും. അതുപോലെ എന്താണ്? ആത്യന്തികമായി നിലനിൽക്കുന്ന ആയിരിക്കില്ല കേൾക്കുക. കുറച്ച് കഴിയുമ്പോൾ നഷ്ടപ്പെട്ടു പോകും. കാണുന്നതും അങ്ങനെ തന്നെയാണ്, വ്യയവും അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ ക്ഷയിച്ചു പോകുന്നതുമാണ്. എന്നിങ്ങനെ ഏത് കാമനകളുണ്ടോ ആ കാമനകൾക്ക് ധാരാളം അന്തരായങ്ങൾ, തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും.
അതുകൊണ്ട് കേട്ടതും കണ്ടതും ഒന്നും എപ്പോഴും സമ്പൂർണമായി സുഖം തരുന്നതാണ് എന്ന് കരുതാൻ ആവില്ല. ശുദ്ധ സുഖം ഒരിക്കലും ഉണ്ടാവണം എന്നില്ല. കിട്ടിയെന്ന് വരാം, കിട്ടിയില്ലെന്ന് വരാം. കൃഷി ചെയ്താൽ അതിൻ്റെ ഫലം ഒന്നുകിൽ വെള്ളപ്പൊക്കം കൊണ്ടുപോകും, കാലാവസ്ഥ കൊണ്ടുപോകും, അല്ലെങ്കിൽ കാറ്റ് കൊണ്ടുപോകും. എന്തെങ്കിലും കാരണവശാൽ അത് മുഴുവൻ എന്ത് ചെയ്യാം, ഇല്ലാതെ പോകാം, ദുഃഖമുണ്ടാക്കാൻ കാരണമാണ്. അതുപോലെയാണ് സുഖദുഃഖങ്ങൾ എന്നത് ഉപമിച്ചതാണ്. ശ്രുതഞ്ച ജദിഷ്ടവദ്ദുഷ്ടം സ്പർദ്ധാഫൂയത്യയം ജയ് ബഹ്വന്തരായ കാമത്വാത് കൃഷിവച്ചാപി നിഷ്ഫലം. ശ്രുതഞ്ചദിഷ്ടവദ്ദുഷ്ടം സ്പർദ്ധാഫൂയത്യയം ജയ് ബഹ്വന്തരായ കാമത്വാത് കൃഷിവച്ചാപി നിഷ്ഫലം. അന്തരായൈരവിഹതോ യദി ധർമ്മസ്വനുഷ്ഠിതഃ തേനാപി നിർജിതം സ്ഥാനം യഥാ ഗച്ഛതി തച്ഛൃണു. അന്തരായൈഃ അവിഹതോ യദി, തടസ്സങ്ങൾ കൊണ്ട്, വിഘ്നങ്ങളാൽ, അവിഹതം ഒരു മുടക്കവും വരാതെ, ധർമ്മം സു അനുഷ്ഠിതഃ യദി നന്നായി അനുഷ്ഠിക്കപ്പെട്ടാലും, മുമ്പ് പറഞ്ഞ സ്പർദ്ധാഫൂയാദികളായ ദോഷങ്ങളൊന്നും അത്ര കാര്യമാക്കണ്ട. ഈ മനുഷ്യലോകത്തിൽ കിട്ടുന്നതിനേക്കാൾ സുഖം സ്വർഗലോകത്തിലുണ്ട്. അതിനാൽ സ്വർഗസുഖമാണ് ഏറ്റവും വലിയ സുഖസ്ഥാനം എന്നാണല്ലോ മീമാംസകർ പറയുക. എന്ന് പറയുന്ന പക്ഷവും അവിടെയും നാശമുണ്ട്. നാശഭയം തീർന്നെങ്കിലേ സുഖം ഉണ്ടാവുകയുള്ളൂ. അന്തരായൈഃ അവിഹതഃ ധർമ്മഃ സ്വനുഷ്ഠിതഃ യദി, അന്തരായങ്ങളാൽ മുടക്കം വരാതെ, വിഘ്നങ്ങൾ കൊണ്ട് മുടക്കം വരാതെ നന്നായി ധർമ്മം അനുഷ്ഠിക്കപ്പെട്ടു നടത്തി എങ്കിലും തേനാപി അവനാലും നിർജിതം സ്ഥാനം സമ്പാദിപ്പിക്കപ്പെട്ട, ജയിച്ചു കിട്ടിയ സ്ഥാനത്തെ, സ്വർഗത്തെ യഥാഗച്ഛതി എങ്ങനെ പോയോ അത് അതുപോലെ തന്നെ നാശത്തിലേക്കാണ്. എങ്ങനെ സ്വർഗത്തിലേക്ക് പോകുന്നു അതേപോലെ കർമ്മഫലങ്ങൾ തീരുമ്പോൾ സ്വർഗം ഉപേക്ഷിച്ച് തിരിച്ചു വരേണ്ടതായിരിക്കും. നാശഭയം ഇല്ലെങ്കിൽ മാത്രമേ ഉള്ളൂ. സ്വർഗവും നാശം എന്ന ഭയത്തോടു കൂടിയതാണ്. ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. അതുകൊണ്ട് സ്വർഗസുഖവും അത്ര സുഖം തരുന്നല്ല. ഒരു വിഘ്നവും നേരിടാതെ വിധിപ്രകാരം നടത്തുന്ന എത്രയോ യാഗകർമ്മങ്ങളുണ്ട്. അതിന്റെ ഫലമായി കിട്ടുന്ന ലോകവും നശിക്കുന്നു തന്നെയല്ലേ. എത്ര യാഗം ചെയ്തു, 100 യാഗം വരെയൊക്കെ എത്ര കഷ്ടപ്പെട്ട്, എത്ര ധനം സമാഹരിച്ച്, അതിന് തടസ്സം നിൽക്കുന്നവരെയൊക്കെ ഓടിച്ചു വിട്ട് യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തി കപ്പം മേടിച്ച്, ഇങ്ങനെയൊക്കെ എത്രയാണ് കഷ്ടപ്പെട്ട് ചെയ്യുന്നത്. ഇതിന്റെ ഫലം എന്തിനാണ്? സ്വർഗസുഖത്തിനാണ്. ആ സ്വർഗവും പോലും എന്തുണ്ടാകുന്നതാണ്? നാശത്തിലേക്ക് പോകുന്നതല്ലേ. അപ്പൊ തന്നെ എവിടെയാണ് സുഖം? ഇവിടെ കിട്ടും എന്നാണ് നിങ്ങൾ പറയും. മീമാംസകന്മാർ അത് പറഞ്ഞുകൊണ്ടൊന്നും വാദമില്ല. എവിടേക്കുന്ന സുഖം? ഇതൊക്കെ സുഖമാണല്ലേ നിങ്ങളുടെ ധാരണ? അല്ല എന്ന് ഞാൻ അടിവരയിട്ട് ഒഴുകും അടിച്ചു തരിക. അന്തരായേ രവിഹതോ യദി ധർമ്മസ്വനുഷ്ഠിത തേനാപി നിർജിതം സ്ഥാനം യഥാ ഗച്ഛതി തച്ഛൃണു. അന്തരായേ രവിഹതോ യദി ധർമ്മസ്വനുഷ്ഠിത തേനാപി നിർജിതം സ്ഥാനം യഥാ ഗച്ഛതി തച്ഛൃണു. ഇഷ്ട്വേഹ ദേവതായകൈ സർലോകം യാതി യാജ്ഞികാം പുഞ്ജീതദേവവത് ദേവവത്തത്ര ഭോഗാൻ വിദ്യാൻ നിജർജിതാൻ. ഇഷ്ട്വാ ഇഹ, ഇഷ്ട്വ എന്ന് വെച്ചാൽ യജിച്ചിട്ട്, ദേവതാഹ ദേവതകളെ, യജ്ഞൈഹി ഇഷ്ട്വ
ദേവതകളെ യജ്ഞം കൊണ്ട് യജിച്ചിട്ട് ഇവിടെ യജിച്ചിട്ട് സ്വർലോകം യാതി, സ്വർലോകത്തിലേക്ക് പോകുന്നു. ആരാണ്? യാജ്ഞികൻ. യജ്ഞം ചെയ്യുന്നവൻ ധാരാളം യജ്ഞങ്ങൾ ചെയ്ത് സ്വർലോകത്തിലേക്ക് പോകും. ഭുഞ്ചീത ദേവോത്തത്ര പോകാൻ, ദേവന്മാരെ പോലെ അവിടെ ഭോഗങ്ങളെ അനുഭവിക്കുന്നു. ദിവ്യാൻ നിജ ആർജിതാൻ, ദിവ്യങ്ങളായ നിജ ആർജിതാൻ, താൻ സമ്പാദിച്ചു വെച്ച ദിവ്യങ്ങളായ ഭോഗങ്ങളെ ദേവന്മാരെ പോലെ ഭുഞ്ചീത അനുഭവിക്കും. യാഗം ചെയ്യുന്നവർ ഇന്ദ്രാദികളായ ദേവന്മാരെയൊക്കെ പ്രസാദിപ്പിച്ച് സ്വർഗലോകത്തെ പ്രാപിക്കുന്നു. അവിടെ ദേവനെ പോലെ താനും തനിക്ക് അവകാശപ്പെട്ട സുഖങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഇതെന്ത് ചെയ്യും? അതിനൊരു സമാപ്തി. ദേവന്മാർക്ക് പോലും ഉണ്ട്. പിന്നാട്ടെ മനുഷ്യർ സ്വർഗത്തിലേക്ക് എത്തിയ സ്വർഗത്തിന്റെ അധിപതികളായ ദേവന്മാർക്ക് പോലും എന്തുണ്ട്? കൽപ്പാന്ത പ്രളയത്തിൽ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകും. അവർ നാശത്തിൽ അകപ്പെട്ടു പോകുന്നവരാണ്. ആ സ്വർഗത്തിലേക്കാണ് മനുഷ്യർ ഈ കർമ്മങ്ങൾ ചെയ്ത് എത്തിച്ചേർന്നത്. അവിടെ എത്തിയാലും എന്തുണ്ട്? ഈ സുഖം തീരുമ്പോൾ വീണ്ടും ദുഃഖാനുഭവത്തിലേക്ക് വരികയല്ലേ ചെയ്യുക. ഇഷ്പേഹദേവതായ ലോകം ജാതിയജ്ഞിക ഭുഞ്ചീതദേവവത്തത്ര ഭോഗാൻ ദിവ്യൻ നിജാർജിതാൻ. ഇഷ്പേഹദേവതായ ലോകം ജാതിയജ്ഞികാം ഭുഞ്ചീതദേവവത്തത്ര ഭോഗാൻ ദിവ്യൻ നിജാർജിതാൻ. പുണ്യോപചിതേ ശുഭ്രേം വിമാനേ ഉപഗീയതേ ഗന്ധർവേർ വിഹരൻ മധ്യേ ദേവീനാം പ്രത്യവേഷദൃക്ക്. ദേവീനാം ദേവസ്ത്രീകളുടെ, ദേവിമാർ ദേവസ്ത്രീകൾ, മധ്യേ നടുക്ക്, സുപുണ്യോപചിതേ നല്ല പുണ്യം കൊണ്ട് സമ്പാദിക്കപ്പെട്ട ശോഭനമായ ശുഭ്രമായ വിമാനത്തിൽ ഗന്ധർവന്മാരാൽ പാടപ്പെട്ട് ദേവിമാരാൽ ഹൃദ്യമായ വേഷം ധരിച്ചിരിക്കുന്നതിന്റെ നടുക്ക് സുഖം അനുഭവിക്കാം. സ്വർഗത്തിലെ സുഖം ഇതൊക്കെയാണ്. താൻ തന്റെ പുണ്യം കൊണ്ട് സമ്പാദിച്ച ആ ലോകമാണ് സ്വർലോകം. അവിടെ എത്തിക്കഴിഞ്ഞാൽ ദിവ്യമായ വിമാനത്തിലൊക്കെ കയറിയിരുന്ന് ദേവസ്ത്രീകളുടെ മോഹന നൃത്തങ്ങളൊക്കെ കണ്ട് ഗന്ധർവന്മാരുടെ പാട്ടുകളൊക്കെ കേട്ട് അങ്ങനെ സുഖമായി അവിടെ എന്ത് ചെയ്യാം? ജീവിക്കാം. ഇതിൽ പരം ഒരു സുഖം വേറെങ്ങും കിട്ടാനില്ല. പുണ്യോപചിതേ ശുഭ്രേ വിമാന ഉപഗീയതേ ഗന്ധർവേർ വിഹരൻ മധ്യേ ദേവീനാം പ്രത്യവേഷതൃക്ക്. പുണ്യോപചിതേ ശുഭ്രേ വിമാന ഉപഗീയതേ ഗന്ധർവേർ വിഹരൻ മധ്യേ ദേവീനാം പ്രത്യവേഷതൃക്ക്. സ്ത്രീഭി കാമഗയാനേനാം കിങ്കിണീജാലമാലിനാം ക്രീഡന്ന വേദ ആത്മപാദം സുരാക്രീഡേഷു നിർവൃത. സ്ത്രീഭി കാമഗയാനേന, സ്ത്രീകളെ കൊണ്ട് കിങ്കിണീജാലമാലിന, കിങ്കിണിജാലങ്ങൾ കൊണ്ട് ശോഭിക്കുന്ന കാമഗയാനേന, കാമഗയാനം ഇച്ഛാനുസരണം സഞ്ചരിച്ചു പോകാൻ പറ്റുന്ന വിമാനം. വിമാനത്തിൽ കയറിയിരുന്നാൽ എനിക്ക് എവിടെയാണ് ഇറങ്ങേണ്ടതെന്ന് അപ്പോൾ ആഗ്രഹിക്കുന്നു, ആ സ്ഥാനത്ത് വിമാനം നിർത്തും. കാമഗയാനം, അങ്ങനെയുള്ള ഒരു വിമാനം ഉണ്ടായിരുന്നു, ഇനി ഉണ്ടാകാം എന്ന് കണ്ടുപിടിക്കാൻ പോകുന്നുണ്ട്. പൈപ്പിന്റെ ചവിട്ടിൽ ചെന്ന് കൈ നീട്ടിയാൽ ചിലപ്പം നമ്മുടെ ആഗ്രഹം അനുസരിച്ച് വെള്ളം വരും. ഇതുപോലെ
വിമാനത്തിൽ കയറിയിരുന്നാൽ നമ്മുടെ ഇച്ഛാനുസരണം ഏത് സ്ഥലത്തേക്ക് പോവാം, ആരുമില്ല. അതാണ് കാമക യാനേന, യാനം വിമാനം എന്നത്, യാത്ര ചെയ്യാനുള്ള ഉപകരണം. അപ്പൊ അനേകം കിങ്കിണി ജാലമാലികളോട് കൂടിയ സ്ത്രീകളാൽ ഇഷ്ടാനുസരണം പോകാൻ പറ്റുന്ന വിമാനത്തിൽ ക്രീഡൻ കളിച്ചുകൊണ്ട് സുഖം അനുഭവിച്ചുകൊണ്ട് നവേദ ആത്മപാദം, താൻ വീണുപോകും എന്ന് നവേദ അറിയുന്നില്ല. സുരാക്രീഡേഷു നിർവൃത, ദേവന്മാരുടെ പൂന്തോട്ടങ്ങൾ, ആ ക്രീഡം കളിസ്ഥലങ്ങളാണ്. ദേവന്മാരുടെ കളിസ്ഥലങ്ങളിൽ നിർവൃതി അനുഭവിക്കുന്ന ഒരുവൻ ആത്മപാദം നവേദ. അപ്പൊ താൻ സ്വർഗത്തിൽ തന്നെ പോകണമെന്നില്ല, ഇവിടെ ഇരുന്നു കൊണ്ട് ഈ വിധ സുഖാനുഭവങ്ങൾ ഒക്കെ അനുഭവിക്കാം. ഇഷ്ടാനുസരണമുള്ള വണ്ടിയിൽ കയറി ഇഷ്ടാനുസരണമുള്ള ഏതെങ്കിലും വിശാലമായ മുറികളിലെത്തി സുന്ദരികളായ അനേകം സ്ത്രീകളോടൊത്ത് ധാരാളം പൂന്തോട്ടങ്ങളിലൊക്കെ സഞ്ചരിച്ച് ധാരാളം പാട്ടുകൾ കേട്ട് കാമോദ്ദീപകമായ സുഖങ്ങളൊക്കെ അനുഭവിച്ച് കിട്ടുന്ന സുഖത്തിൽ മുങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇത് വീണുപോകും. 2 ദിവസം കഴിയുമ്പോൾ ഇവിടം വിട്ടു പോകേണ്ടി വരും, അല്ലെ 1 മാസം കഴിയുമ്പോൾ ഇവിടം വിട്ടു പോകേണ്ടി വരും എന്നൊരു വിചാരം അയാൾ അറിയുന്നില്ല. സ്ത്രീഭി കാമഗയാനേനാം കിങ്കിണി ജാലമാലിനാം ക്രീഡന്ന വേദാത്മപാദം സുരക്രീഡേഷു നിർവൃതം. സ്ത്രീഭി കാമഗയാനേന കിങ്കിണി ജാലമാലിനാം ക്രീഡന്ന വേദാത്മപാദം സുരക്രീഡേഷു നിർവൃത സുരക്രീഡേഷു നിർവൃതം. സ്ത്രീഭി കാമഗയാനേന കിങ്കിണി ജാലമാലിനാം ക്രീഡന്ന വേദാത്മപാദം സുരക്രീഡേഷു നിർവൃതം. താവത് പ്രമോദതേ ഫൃഗേ യാവത് പുണ്യം സമാപ്യതേ ക്ഷീണപുണ്യ പദത്യർവാഗ് അനിച്ഛൻ കാലചാലിതാം. യാവത് പ്രമോദതേ ഫൃഗേ, സ്വർഗത്തിൽ യാതൊരു കാലം വരെ സുഖം അനുഭവിക്കും. യാവത് പുണ്യം സമാപ്യത, പുണ്യം സമാപിക്കുന്നത് വരെ. പുണ്യം സമാപിക്കുന്നവരെ മാത്രമേ സ്വർഗത്തിൽ സുഖം അനുഭവിക്കാൻ പറ്റൂ. ക്ഷീണപുണ്യ, പുണ്യം ക്ഷയിച്ചാൽ പതതി വീഴുന്നു, അർവാക് താഴേക്ക്. പതതി അർവാക് പതത്യർവാക് താഴേക്ക് വീഴുന്നു. അനിച്ഛൻ, ആഗ്രഹിക്കാതെയാണ്. കാലചാലിത, കാലത്താൽ ചലിക്കപ്പെട്ടവനായിട്ട് താഴെ വീണു പോകണം എന്നാഗ്രഹിച്ചില്ല. ഈ സുഖം എന്നും വേണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അത് കിട്ടില്ലല്ലോ, കുറച്ച് കഴിയുമ്പോൾ അതിന് വീണുപോകും. എങ്ങനായാലും കുറെ കഴിയുമ്പോൾ ഒന്നുമില്ലെങ്കിലും പ്രായാധിക്യം കൊണ്ട് ഈ വക സുഖങ്ങൾ അനുഭവിക്കാനുള്ള ഇന്ദ്രിയശേഷി നഷ്ടപ്പെടും. അപ്പോഴെങ്കിലും നീക്കും അത്. അതുവരെയൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചോളൂ. ഇന്ദ്രിയശേഷികൾ എന്തായാലും നഷ്ടപ്പെടും എന്നുള്ള ഉറപ്പാണ്. അതുവരെയൊക്കെ എന്താ ഈ സുഖം അനുഭവിക്കാൻ പറ്റും. പിന്നീട് ഈ സുഖമൊന്നും അനുഭവവേദ്യമാവില്ല. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് താഴേക്ക് വീഴുന്നു, അല്ലെങ്കിൽ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ നേരെ വിപരീതമായ ഒരവസ്ഥയിലേക്ക് ചെന്ന് വീഴുന്നു. അത് കാലത്തിന്റെ പ്രചോദനമാണ്. ഇതാർക്കും അനുഭവിച്ച് ചുരുങ്ങുമാറ്റം ഉണ്ടാവില്ല. താവത് പ്രമോദതേ സ്വർഗേ യാവത് പുണ്യം സമാപ്യതേ ക്ഷീണപുണ്യ പദത്യർവാഗ് അനിച്ഛൻ കാലചാലിതാം. താവത് പ്രമോദതേ സ്വർഗേ യാവത് പുണ്യം സമാപ്യതേ ക്ഷീണപുണ്യ പദത്യർവാഗ് അനിച്ഛൻ കാലചാലിതാം. യദ്യധർമ്മരത സംഗാത് അസതാം വാജിതേന്ദ്രിയാം കാമാത്മാ കൃപണോ ലുബ്ധ സ്പ്രൈണോ ഭൂതവിഹിംസകാം. യതി അധർമ്മരത, അധർമ്മത്തിൽ താല്പര്യമുള്ളവനും സംഗാത് അസതാം വാജിതേന്ദ്രിയ,
അഫതാം ഫംഗാത്, ദുഷ്ടന്മാരുടെ ഭംഗം കൊണ്ട്, അഫത്തുകൾ ദുഷ്ടന്മാർ, അവരുടെ ഭംഗം കൊണ്ട് വാ അജിതേന്ദ്രിയ, ഇന്ദ്രിയങ്ങളെ ജയിക്കാതിരിക്കുന്നവനും, വാജിതേന്ദ്രിയ അല്ല, വാ അജിതേന്ദ്രിയ, അധർമ്മരത അഫതാം ഫംഗാത് അജിതേന്ദ്രിയ വാ കാമാത്മാ, ആഗ്രഹങ്ങൾ കൊണ്ട് നിറയുന്ന സ്വഭാവത്തോടു കൂടിയവനായിട്ട്, കൃപണോ ലുബ്ധ സ്ത്രൈണോ, കൃപണനായിട്ട് താർപ്പണ്യം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവനായിട്ട്, ലുബ്ധനായിട്ട് ആശയ്ക്ക് കീഴടങ്ങിയവനായിട്ട്, സ്ത്രൈണ സ്ത്രീജിതനായിട്ട്, ഭൂതവിഹിംസക പ്രാണികളെ പീഡിപ്പിക്കുന്നവനായിട്ട് ആണ് തീരുന്നതെങ്കിൽ ആ സ്ഥിതി മഹാകഷ്ടമാണ്. വിധിപ്രകാരമുള്ള യജ്ഞങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നവർക്ക് ഒരു ഫലം വിവരിച്ചതിന് ശേഷം അധർമ്മികളായവരുടെ കർമ്മഫലത്തെക്കുറിച്ച് പറയാൻ പോവാണ്. സത്കർമ്മങ്ങൾ ധാരാളം ചെയ്ത് സ്വർഗലോകത്തിൽ എത്തിയാൽ പോലും ഫലം എന്താണ്? ഈ ദുഃഖമാണ്. അത് നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്നുള്ളത് നമുക്കും ജീവിത അനുഭവമാണ്. സുഖമായിരിക്കുമ്പോഴും നമുക്ക് എപ്പോഴും ദുഃഖം ഉണ്ടാകുന്നത് ഈ സുഖം നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് വിചാരിച്ചാണ്. ഇപ്പൊ എനിക്ക് രോഗമൊന്നുമില്ല, ഡോക്ടർമാരൊക്കെ ഫറ്റ് ചെയ്തു, ഒരു അസുഖമില്ല, ഒരു മരുന്നും കഴിക്കേണ്ട, ഹാവു സുഖമാണ്, പക്ഷെ എനിക്ക് നാളെ എന്തെങ്കിലും അസുഖം പിടിപെടുവോ എന്നോർത്ത് ഈ സുഖാവസ്ഥയിൽ മുഴുവൻ ദുഃഖിച്ചിരിക്കുന്നു. ഇത് മനുഷ്യന്റെ സ്വഭാവത്തിന്റെ ഭാഗമാണ്. നാളെ എനിക്ക് രോഗം വരില്ലെന്ന് ആർക്കും പറയാൻ പറ്റും? ആർക്കും പറയാൻ പറ്റില്ല. ഡോക്ടർക്കും പറയാൻ പറ്റില്ല, ആർക്കും പറയാൻ പറ്റില്ല. വന്നാലോ ഞാൻ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരില്ലേ? അതെ, നോക്കൂ എന്ത് കഷ്ടം. അപ്പൊ സംഭവിക്കാനാവാത്ത കാര്യങ്ങൾ മനസ്സിൽ ഊഹിച്ചെടുത്ത് ദുഃഖിക്കാണ് മനുഷ്യന്റെ പ്രകൃതി. അപ്പൊ ഈ വിധിപ്രകാരമുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ച് അതുകൊണ്ട് സ്വർഗസുഖം നേടിയാലും ഉണ്ടാകുന്നത് മരണഭയം എന്ന ദുഃഖമാണ്. അതേസമയം അധർമ്മികളുടെ കാര്യം പിന്നെ പറയാനില്ല. അവരുടെ അവസ്ഥ ഒന്ന് വിവരിക്കാം. അധർമ്മരഥന്മാരെ അസത്തുക്കളോട് സംഘം ചെയ്ത് അധർമ്മത്തിൽ താല്പര്യം കൊണ്ട് ഇന്ദ്രിയങ്ങളെ ജയിക്കാതെ അജിതേന്ദ്രിയനായിട്ട് പല സുഖങ്ങളും കാമാത്മാക്കളായിട്ട് പല സുഖങ്ങളും ആഗ്രഹിച്ചുകൊണ്ട് കൃപണനായി, ലുബ്ധനായി, സ്ത്രൈണനായി, ഭൂതവിഹിംസകനായിട്ട് കഴിഞ്ഞുകൂടേണ്ടി വരുന്നു അധർമ്മരഥന്മാർ. ധർമ്മരഥന്മാരുടെയും പറഞ്ഞു, അധർമ്മരഥന്മാരുടെയും. യദ്യധർമ്മരഥ സംഘാതഫതാം വാജിതേന്ദ്രിയാം കാമാത്മാ കൃപണോ ലുബ്ധസ്ത്രൈണോ ഭൂതവിഹിംസകാം. യദ്യധർമ്മരഥ സംഘാതഫതാം വാജിതേന്ദ്രിയാം കാമാത്മാ കൃപണോ ലുബ്ധസ്ത്രൈണോ ഭൂതവിഹിംസകാം. പശൂനവിധിന ആലഭ്യ പ്രേതഭൂതഗണാൻ യജൻ നരകാൻ അവശോചൻ ദുർഗത്വാ യാത്യുൽബനം ദമാം. പശൂൻ മൃഗങ്ങളെ അവിധിന വിധിപ്രകാരമല്ലാതെ, പശൂൻ അവിധിന ആലഭ്യ, ആലംബനം എന്ന വാക്കിന് വേദങ്ങളിൽ അർത്ഥമില്ലെങ്കിലും പിൽക്കാലത്ത് അതിന് വ്യാഖ്യാനിച്ച പലരും അത് വധമാണ് എന്നുള്ള അർത്ഥത്തിൽ പശുവാലംബനം, പശുവിനെ കൊല്ലുക എന്നാക്കി മാറ്റിയിട്ടുണ്ട്. വാസ്തവത്തിൽ ആലംബനത്തിന് ഗതി എന്നൊരർത്ഥം ഉള്ളത് കൊണ്ട് പശുവാലംബനം, പശുവിനെ കൊണ്ടുവന്ന് പൂജിച്ചു വിടുക എന്നായിരുന്നു അർത്ഥം. പിൽക്കാലത്ത് ബ്രാഹ്മണങ്ങൾ വേദങ്ങളെ അങ്ങനെ വ്യാഖ്യാനിച്ച് പശുഹിംസയൊക്കെ അതിനകത്ത് വന്നു ചേർന്നതാവാം. അപ്പൊ പശൂൻ അവിധിന വിധിപ്രകാരമല്ലാതെ ആലഭ്യ ഹിംസിച്ചിട്ട്
പ്രേത ഭൂതഗണാൻ യജൻ. ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് ഹോമം നടത്തുന്നു, യജ്ഞം നടത്തുന്നു, അതിൽ മൃഗങ്ങളെ ബലി കൊടുക്കുന്നു, പശുവിനെ, ആടിനെ, കോഴിയെ, വേണ്ടി വന്ന മനുഷ്യനെ. ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഭാഗവതം അന്നു മുതൽ ഇന്നുവരെയും നശിക്കാതെ നിലനിൽക്കുന്ന വിഭവങ്ങളെ കുറിച്ചാണ് പറയുക. അതുമാത്രമല്ല, പ്രേത ഭൂതഗണാൻ യജൻ, പ്രേതങ്ങളെ, ഭൂതങ്ങളെ ഇവരെയൊക്കെ പൂജിക്കും. ഈശ്വരന്മാരെ മാത്രമല്ല, ദേവന്മാരെ മാത്രമല്ല, ഉപദേവന്മാരെ മാത്രമല്ല, ഇവിടെ ഭൂതപ്രേത പിശാചുക്കളായിട്ട് നമുക്ക് കണ്ണുകൊണ്ട് കാണാനാവാത്ത സൂക്ഷ്മജീവികളായി, ഇന്നത്തെ ഭാഷയിൽ ബാക്ടീരിയകളായി, രോഗാണുക്കളായി ഇങ്ങനെ ഈ പ്രപഞ്ചത്തിൽ വിഹരിക്കുന്ന കുറേ ഭൂതജാലങ്ങളെ പൂജിക്കുന്ന സ്വഭാവം വന്നുകൂടും. അവരെ അവശരായിട്ട് നരകം ഗത്വ, നരകത്തിലെത്തിയിട്ട് ഉൾബണം തമഹ ജാതി, ഭയങ്കരമായ ഇരുട്ടിൽ അകപ്പെടും, അന്ധകാരത്തെ പ്രാപിക്കുന്നതിനെയും. അപ്പം അധർമ്മരത്തന്മാരുടെ ദുഃഖാവസ്ഥയെ കുറിച്ചൊരു വിശദീകരണം കൊടുക്കുകയാണ്. രണ്ട് തരത്തിലായാലും ഇവിടെ മരണഭയമെന്ന ദുഃഖം വിട്ടുപോവില്ല, അത് അനുഭവിച്ചുകൊണ്ടേയിരിക്കേണ്ടി വരും. പശൂനവിധനാലഭ്യ പ്രേതഭൂതഗണൻ യജൻ നരകാനവശോചൻ ദുർഗത്വായ തുൽബണം തമാം. പശൂനവിധനാലഭ്യ പ്രേതഭൂതഗണൻ യജൻ നരകാനവശോചൻ ദുർഗത്വായ തുൽബണം തമാം. കർമാണി ദുഃഖോദർക്കാനി കുർവന്റെ ഏതൈ പുനാം ദേഹമാഭജതേ തത്ര കിം സുഖം സുഖം മർത്യധർമ്മിണാം. കർമാണി ദുഃഖോദർക്കാണി കുർവൻ, ദുഃഖോദർക്കങ്ങളായ കർമ്മങ്ങളെ ചെയ്തുകൊണ്ട്, ദുഃഖം ഉണ്ടാക്കുന്നതായ കർമ്മങ്ങളെ ചെയ്തുകൊണ്ട്, ദുഃഖോദർക്കാണി കർമാണി കുർവൻ, എങ്ങനെ? ദേഹേന, ശരീരം കൊണ്ട് ചെയ്തുകൊണ്ട്, ഐഹി അവരാൾ, പുനഃ ദേഹം ആഭജതേ, അവരെ ഒടുവിൽ ശരീരത്തെ മാത്രമാണ് സ്വീകരിക്കുന്നത്. മർത്യധർമ്മിണ, മരിക്കുന്ന സ്വഭാവമുള്ള മനുഷ്യനെ തത്ര, ആ ദേഹത്തിൽ കിം സുഖം, എന്താണ് സുഖം? അപ്പൊ ദുഷ്ടകർമ്മങ്ങൾ ചെയ്യുന്നവർക്കും ഉപരി ദുഃഖത്തെ വർദ്ധിച്ചു വരികയുള്ളൂ. അതിന്റെ കർമ്മങ്ങളാണ് ഈ മൂഢാത്മാക്കൾ ചെയ്യുന്നത്. അതിന്റെ ഫലമായി വീണ്ടും വീണ്ടും ജനിക്കുകയും മരിക്കുകയും ചെയ്ത് ഈ കർമ്മചക്രവാളത്തിൽ ചുറ്റിത്തിരിയുന്നു. ഇങ്ങനെ ജനിച്ചു മരിക്കുന്നവർക്ക് എന്താണ് സുഖമുള്ളത്? മീമാംസകൻ എന്നുള്ള വാദത്തെ മുഴുവൻ ഖണ്ഡിക്കാൻ പുറപ്പെട്ടാണ് ആദ്യത്തെ. കർമാണി ദുഃഖോദർക്കാണി കുർവൻ ദേഹേനതൈ പുനാം ദേഹമാഭജതേ തത്ര കിം സുഖം മർത്യധർമ്മിണാം. കർമാണി ദുഃഖോദർക്കാണി കുർവൻ ദേഹേനതൈ പുനാം ദേഹമാഭജതേ തത്ര കിം സുഖം മർത്യധർമ്മിണാം. ലോകാനാം ലോകപാലാനാം മദ്ഭയം കൽപ്പജീവിനാം ബ്രഹ്മണോ വിഭയം മർത്തോ വിപരാർത്ഥപരായുഷാം. ലോകാനാം ലോകപാലാനാം, ലോകത്തിലുള്ള ജനങ്ങൾക്കും ലോകപാലകന്മാർക്കും കൽപ്പജീവിനാം, കൽപ്പകാലം വരെ ജീവൻ നിലനിൽക്കുന്ന മനുഷ്യർക്കും ലോകപാലന്മാർക്കും ബ്രഹ്മണോപി, ബ്രഹ്മാവിന് പോലും മത്തോ ഭയം, എന്നിൽ നിന്നും ഭയമുണ്ട്. ദ്വിപരാർത്ഥപരായുഷ, രണ്ട് പരാർത്ഥമാകുന്ന ആയുസ്സോടു കൂടിയ ബ്രഹ്മാവിന് പോലും എന്നിൽ നിന്നും ഭയമുണ്ട്. കാരണം എന്താണ്?
ആയുസാണ്, ബ്രഹ്മായുസ് നഷ്ടപ്പെടുന്നതാണ്. അപ്പൊ ആർക്കാണ് ഇതില്ലാത്തത്? സകല ലോകങ്ങൾക്കും ലോകപാലന്മാർക്കും കാലസ്വരൂപനായ എന്നെ ഭയമുണ്ട്. കൽപ്പകാലം വരെ മാത്രമേ അവർക്കൊക്കെ ഇരിപ്പുള്ളൂ. ബ്രഹ്മാവിന് 2 പരാർത്ഥകാലം മാത്രമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ നാശമാണ്. ഇത് ഒരു മഹത്തായ കാലസ്വരൂപിനെ അപേക്ഷിച്ച് ക്ലേശം തന്നെയാണ്. ബ്രഹ്മാവ് വരെ ഈ ക്ലേശം ഉണ്ടാകും. ഇങ്ങനെ എത്ര പദാർത്ഥങ്ങൾ ഈ കാലാത്മാവിൽ കിടക്കുന്നു. ബ്രഹ്മാവിന്റെ ആയുസ് വലുത് നമുക്ക് തോന്നാമെങ്കിലും ബ്രഹ്മാവിന് തന്റെ ആയുസ് ചെറുതാണ്. ഒരു കൃമിക്കും ഒരു ഉറുമ്പിനും തന്റെ ആയുസ് വലുതെന്ന് തോന്നും, അത്രേ ഉള്ളൂ. അതിന് ഒരു കൊതുകിനും തോന്നും അത്. അങ്ങനെ അവരവർക്ക് അവരവരുടെ ആയുസ് വലുതാണ് എന്ന് തോന്നിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് കാലത്തിന്റെ ദൈർഘ്യവും ചുരുക്കവും കൊണ്ട് നാശഭീതിക്ക് വ്യത്യാസമില്ല. ഉറുമ്പിനും മരണഭയം ഉണ്ടാവും, കൊതുകിനുമുണ്ട്, നമ്മൾക്കുമുണ്ട്, ദേവന്മാർക്കുമുണ്ട്, ബ്രഹ്മാവിനുമുണ്ട്. ഇതെവിടെയല്ലാത്തത്? ഇതിന്റെ അപ്പുറത്ത് മീമാംസകന്മാർക്ക് ഒരു വാക്കുപോലും പറയാനാവാത്ത വിധത്തിൽ പ്രവൃത്തി മാർഗം ദുഃഖസ്ഥാനം തന്നെ എന്ന് അനേക ഉദാഹരണങ്ങൾ കൊണ്ട് ആ വിഷയം ചർച്ച ചെയ്ത് ഉപസംഹരിച്ചു. ഒന്നാമത്തെ വാദത്വം അതായിരുന്നു പ്രവൃത്തി മാർഗം സുഖസ്ഥാനമാണ് എന്നാണ് പറഞ്ഞുകൊണ്ടെന്നാണ്. അതിന് ഇന്ന് ഈ 10-12 ശ്ലോകത്തിലൂടെ അതൊരിക്കലും സുഖസ്ഥാനമാവില്ല, ദുഃഖപ്രദം തന്നെയെന്ന് കൊതുക് മുതൽ ബ്രഹ്മാവ് വരെയുള്ള സമസ്ത ജീവജാലങ്ങളുടെയും അനുഭവങ്ങളെ വർണ്ണിച്ചുകൊണ്ട് ആ വിഷയം ഉപസംഹരിച്ച് അടുത്ത വിഷയത്തിലേക്ക് അടുത്ത ശ്ലോകം മുതൽ കടക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാം. നമ്മുടെ സമയം ഏതാണ്ട് ഉണ്ടായിരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഉപസംഹരിക്കാം. ഏതാ സ്പർശ? അത് തന്നെ അസൂയ തന്നെ, ഈർഷ്യ. എങ്കിലും ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണം ദുച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.